കേരളത്തിന് തനതായ ഫ്ലോക്ലോറിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ട് നമ്മുടെ മിത്തുകളും ഫാന്റസികളും എല്ലാം കൃത്യമായി ഉൾക്കൊണ്ട് അത് പ്രോപ്പറായി എല്ലാവരിലേക്കും കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നത് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന മൂവിയുടെ വിജയം. എങ്ങനെയെല്ലാമാണ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ഐതിഹ്യവുമായി കണക്ട് ആയിട്ടുള്ളതെന്നും ഈ ഒരു മൂവിയുടെ എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീൻസും എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടർ കുത്തിയിരുന്ന് എഴുതി നല്ല കൃത്യമായി റിസർച്ച് ചെയ്ത് തന്നെയാണ് ഈ ഒരു എൻറ്റയർ മൂവിയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ തനതായ ഫ്ലോക്ലോറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കൃത്യമായി ഉൾക്കൊള്ളുന്ന രീതിയിലും അവയെല്ലാം ഇന്റർകണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. മാർവലിലും DC-ലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന വെസ്റ്റേൺ സൂപ്പർ ഹീറോ ഫോർമുലയെ റീസൈക്കിൾ ചെയ്തല്ല ഈ ഒരു മൂവി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തന്നെ കൾച്ചറിനെ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളെ കുറച്ചുകൂടി മോഡേൺ ഇന്റർപ്രിട്ടേഷൻസിലേക്ക് കൊണ്ടുവന്ന് അവയെ കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചു എന്നത് തന്നെയാണ് ഈ ഒരു മൂവിയുടെ വിജയം. ഈ ഒരു എൻറ്റയർ ഫ്രാഞ്ചൈസിയുടെയും റൂട്ടഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൾച്ചറിൽ നിന്നുമാണ്. ഇനി സ്റ്റോറിയിലേക്ക് വരാം. മൂവി ആരംഭിക്കുക തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ തന്നെ അൾട്ടിമേറ്റ് വില്ലനായി വരാനിരിക്കുന്ന ഇഫ്താർ എന്ന മിസ്റ്റീരിയസ് ക്യാരക്ടറിന്റെ ആർമി കല്യാണി നേടിയെടുത്തിട്ടുള്ള ആ ഒരു പാക്കേജ് തട്ടിയെടുക്കുവാൻ വേണ്ടി അവിടേക്ക് വരുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ മൂത്തോൻ എന്ന ക്യാരക്ടറും വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മൂത്തോനും ഇഫ്താറും എന്ന ക്യാരക്ടറും തമ്മിൽ നടക്കുന്ന ഫൈനൽ വാറിന്റെ ഒരു ചെറിയ ഗ്ലിംസ് തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇഫ്താർ എന്ന ക്യാരക്ടറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി കൂടുതലായി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ട് ബാബിലോണിയൻ ഹിസ്റ്ററിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു മെസപ്പട്ടോമിയൻ ഗോഡസ് ആണ് ഇഫ്താർ. ഗോഡസ് ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ക്യാരക്ടറാണ് മെസപ്പട്ടോമിയൻ ഹിസ്റ്ററിയിലെ തന്നെ ആദ്യ ഗോഡസ്. സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ ഗോഡസ് ഓഫ് ഹെവൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ മൂവിയിലെ ആദ്യത്തെ ഗ്രാഫിക്കൽ സീൻസിൽ തന്നെ ഒരു പ്രത്യേക സ്പേസ് ഷിപ്പ് പോലത്തെ ഒരു ക്യാപ്സ്യൂളിൽ ഒരു ക്യാരക്ടർ ഭൂമിയിലേക്ക് വന്നിറങ്ങുകയും അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇന്റർകണക്ട് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ഹെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വേൾഡ് ആകുവാനാണ് സാധ്യത. ഒന്നെങ്കിൽ ഏലിയൻസ് പോലെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിൽ നിന്നോ വന്നിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ആദ്യകാലങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക ജനവിഭാഗം ഈ ഒരു ക്യാരക്ടറിനെ ദൈവമായി ആരാധിച്ചതെന്നും പിന്നീട് ഈ ഒരു ക്യാരക്ടർ വില്ലനായി മാറിയതുകൊണ്ട് മൂത്തോൻ എന്ന മറ്റൊരു ഗോൾഡി ബീയിങ് ഈ ഒരു ക്യാരക്ടറിനെ എതിർക്കുവാനായി വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആക്ച്വലി ചന്ദ്രയ്ക്ക് പവേഴ്സ് ലഭിക്കുന്ന ആ ഒരു സീക്വൻസ് തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ തല വെട്ടിയിട്ടിട്ടുള്ള ഒരു ഗോഡസിന്റെ പ്രതിമയാണ് നമ്മൾ കാണുന്നത്. അതേ സെയിം ടൈമിലാണ് ഒരു ബാറ്റ് കടിച്ചുകൊണ്ട് ചന്ദ്രയ്ക്ക് വാമ്പയർ എബിലിറ്റീസ് ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇഫ്താറിന്റെ ഒരു ഈവിൾ പവർ ആയിരിക്കാം ചന്ദ്രയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ചന്ദ്ര എന്ന ക്യാരക്ടർ ഒരു പ്യുവർ ഹാർട്ടഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം മൂത്തോന്റെ പക്ഷത്ത് നിൽക്കുന്നതും. ഇനി ചന്ദ്രയിലേക്ക് നോക്കാം. അതായത് സാക്ഷാൽ കള്ളിയങ്കാട്ട് നീലി. ഏഷ്യാനെറ്റിലെ പഴയ കടമറ്റത്തത്തനാർ സീരീസിലൂടെയാണ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഞാൻ ആദ്യം അറിയുന്നെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിരിക്കും മനസ്സിലാക്കുവാൻ സാധിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമലയിലൂടെയാണ്. രാത്രി കാലങ്ങളിൽ ഒരുപാട് പേരെ തന്നെ വശീകരിച്ച് അവരുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു യക്ഷിയായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കടമറ്റത്ത് കത്തനാർ വന്ന് ഈ ഒരു ക്യാരക്ടറിനെ തളച്ചു എന്നതുമാണ് നമ്മൾ കേട്ടിരിക്കുന്ന കഥ. എന്നാൽ മൂവിയിലേക്ക് വന്നപ്പോൾ കത്തനാർ ആക്ച്വലി മറ്റുള്ളവരിൽ നിന്നും ഈ ഒരു ക്യാരക്ടറിനെ സംരക്ഷിക്കുവാൻ വേണ്ടി, അതായത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാരക്ടറിനെ തളയ്ക്കുന്നതായി കാണിക്കുന്നതും പിന്നീട് ചന്ദ്രയുടെ നീലിയുടെ ഹെൽപ്പോടുകൂടി തന്നെ വേറെ രണ്ടുപേരെ പിടിക്കണമെന്നും അദ്ദേഹം പറയുന്നതായിട്ടും കാണാം. അതിലൊന്നൊരു ചാത്തനാണെന്നും പറയുന്നുണ്ട്. ചാത്തൻ ഒബിയസ്ലി ടൊവിനോയുടെ ക്യാരക്ടർ തന്നെ. മിക്കവാറും രണ്ടാമത്തെ ക്യാരക്ടർ ദുൽഖർ സൽമാന്റെ ഒടിയനാകുവാനും സാധ്യതകളേറെ. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഈ ഒരു മൂവിയിൽ DQനെ ഒഫീഷ്യലി ഒടിയനായിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കടമറ്റത്ത് കത്തനാരിലേക്ക് നമുക്ക് കടക്കാം. സണ്ണി വെയിൻ ആണ് ഈ ഒരു മൂവിയിൽ കത്തനാരായി വന്നിരിക്കുന്നത്. ഐതിഹ്യമാല പ്രകാരം തന്നെ കാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക ട്രൈബ്സിൽ നിന്നും മാജിക്കൽ എബിലിറ്റീസ് പഠിച്ചെടുക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഈ ഒരു പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒട്ടനേകം യക്ഷികളെയും മാടന്മാരെയും ചാത്തന്മാരെയും എല്ലാം പിടിക്കുന്ന രീതിയിലാണ് കഥകൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് കള്ളിയങ്കാട്ട് നീലി. ഇനി മൂവിയിലേക്ക് വരികയാണെങ്കിൽ നീലിയെ പോലുള്ള പല പവർഫുൾ ക്യാരക്ടേഴ്സിനെയും ചേർത്ത് വെച്ചുകൊണ്ട് മൂത്തോന്റെ കീഴിൽ തന്നെ ആദ്യത്തെ ഒരു ഏൻഷ്യന്റ് സൂപ്പർ ടീം ഡെവലപ്പ് ചെയ്യുന്നത് ഇതേ കത്തനാർ തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യക്ഷിയെ പോലെ തന്നെ ഇതേ യൂണിവേഴ്സിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റൊരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട്. ഒടിയനും ചാത്തനുമായി DQയും ടൊവിനോയും വന്നു എന്ന് നമുക്കറിയാം. അതല്ലാതെ സണ്ണി വെയിനെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇന്റർവൽ പഞ്ചിന് ശേഷം പിന്നീട് ക്യാമിയോസിന്റെ പെരുന്നാളായിരുന്നു ഈ ഒരു മൂവി മൊത്തം. അതായത് ചന്ദ്രൻ ഒരു ടെററിസ്റ്റ് ആണെന്ന്
ന്യൂസിലൂടെ പറയുന്ന ടൈമിൽ പലയിടങ്ങളിലായി അത് കണ്ടുകൊണ്ടിരിക്കുന്ന ശാന്തി ബാലകൃഷ്ണൻ, അഹാന, ബാലു വർഗീസ്, സൗബിൻ തുടങ്ങിയിട്ടുള്ളവരോടൊപ്പം സാക്ഷാൽ ചാത്തനായി ടൊവിനോയുടെ ക്യാരക്ടറിന്റെ ഒരു ടീസിങ്ങും. ആക്ച്വലി ഈ ഒരു സീൻസിൽ ശാന്തി ബാലകൃഷ്ണനെയും അഹാനയും കാണിച്ചിരിക്കുന്നത് പകൽ വെളിച്ചത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അവർ യക്ഷികളാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മേ ബി മൂവിയിൽ പറയുന്ന പോലെ തന്നെ ഫ്രഷ്ലി ഡെവലപ്പ് ആയിട്ടുള്ള യക്ഷികളാകുവാനും സാധ്യതകളുണ്ട്. ഇനി യക്ഷികൾ അല്ലെങ്കിൽ മറദ എന്നൊരു വേർഷൻസ് ഉണ്ട്, അങ്ങനെയും വേണമെങ്കിൽ പോർട്രേൽ ചെയ്യാം. ഇനി ബാലു വർഗീസിനെ സൗബിനെ കാണിച്ചിരിക്കുന്നത് എന്തോ കാര്യങ്ങൾ ഒരു ആലയിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ്. ചുരുക്കത്തിൽ ഒരു ബിൽഡേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവർ രണ്ടുപേരും. ഇവർ മിക്കവാറും മാടന്മാർ എന്ന് പറയുന്ന ഒരു വേർഷൻസ് വരുവാനാണ് സാധ്യതകൾ കൂടുതൽ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ചങ്ങല മാടൻ, ഇരുട്ടടി മാടൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ക്യാരക്ടേഴ്സ് ഉണ്ട്. മാടന്മാർ എന്നത് ആക്ച്വലി ഭീകര രൂപികളായിട്ടുള്ള സ്വത്വങ്ങളാണെങ്കിലും ഇവരെ യുണീക്ക് ആക്കുന്നത് ഇവരുടെ പക്കലുള്ള ഒരു സ്പെഷ്യൽ വെപ്പൺ ആയിരിക്കും. അതായത് ചങ്ങല മാടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ചങ്ങലകളാണ് ആ ഒരു ക്യാരക്ടറിനെ യുണീക്ക് ആക്കുന്നത്. അതുപോലെ തന്നെ ഇരുട്ടടി മാടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കയ്യിൽ ഒരു ഒലക്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മേ ബി ഇവയെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് ഹിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഒരു പ്രത്യേക ആലയിൽ ഇരുന്നുകൊണ്ട് വെപ്പൺസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലു വർഗീസിനെ സൗബിനെ കാണിച്ചിരിക്കുന്നത്. മൂവി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചാത്തന്റെ ഒരു കിഡിലോസ്കി എൻട്രി കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ട്രിക്സ് ആണെങ്കിലും ഇല്യൂഷൻസും എല്ലാം വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുമുണ്ട് ഈ ഒരു മൂവിയിൽ. ഇനി ചാത്തന്മാരുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സാക്ഷാൽ പരമശിവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഗോഡ്ലി ബീങ്സ് ആണ് ചാത്തന്മാരെന്ന് പറയുന്നത്. ആക്ച്വലി മൂവിയിൽ ഒരു സ്ഥലത്ത് ടൊവിനോ വ്യക്തമായി പറയുന്നുണ്ട് ഞാനും ഒരു ഗോഡ് തന്നെയാണെന്ന്. ഡയറക്റ്റ് ആയിട്ട് ഇതിനെ തന്നെ ആയിരിക്കാം ഇവിടെ ഹിന്റ് ചെയ്തിട്ടുള്ളതും. പരമശിവന് കൂളിബാഗ എന്നൊരു സ്ത്രീയുടെ രൂപത്തിൽ പാർവതിക്കുണ്ടായിട്ടുണ്ടായിരുന്ന മക്കളാണ് ഈ ചാത്തന്മാരെന്ന് പറയുന്നത്. ഏകദേശം 400 കുട്ടികളാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടായെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ചിലയിടത്ത് 400 എന്ന് പറയുന്നുണ്ട്, 390 പറയുന്നുണ്ട്, 380 പറയുന്നുണ്ട്. മൂവിയുടെ അവസാനം നോക്കുകയാണെങ്കിൽ 389 സിബ്ലിങ്സ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ടൊവിനോ പറയുന്നത്. അതുകൊണ്ട് തന്നെ 390 എന്നുള്ളൊരു കണക്കാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ 390ാമത്തെ ക്യാരക്ടറാണ് വിഷ്ണുമായ ചാത്തൻ എന്നൊക്കെ പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഒരുപാട് അമ്പലങ്ങളും നമുക്ക് കേരളത്തിൽ പലയിടങ്ങളിലായിട്ടും കാണാം. ഈ 390 സിബ്ലിങ്സിലും ലാസ്റ്റ് ക്യാരക്ടറാണ് എന്നതുകൊണ്ട് തന്നെ കുട്ടിച്ചാത്തൻ എന്ന പേരിലും ഈ ഒരു ക്യാരക്ടർ അറിയപ്പെടുന്നുമുണ്ട്. മേ ബി ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടുള്ള ടൊവിനോയുടെ ക്യാരക്ടർ കുട്ടിച്ചാത്തനാവാനും സാധ്യതകളേറെ. പിന്നീട് മിഡ് ക്രെഡിറ്റ്സിലാണ് DQവിന്റെ മാസ് ആയിട്ടുള്ള എൻട്രി വിത്ത് എ ഫൈറ്റ് സീൻ. അതും ഒരു ഗൂസ്ബം സീൻസ് തന്നെയായിരുന്നു. DQ ഈ ഒരു മൂവിയിലൂടെ ഒഡിയൻ ആയിട്ടാണ് വരാൻ പോകുന്നതെന്നും ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുമുണ്ട്. ആക്ച്വലി ഒഡിയൻ എന്നൊരു ക്യാരക്ടറിന്റെ ലോറ് വളരെയധികം വലുതാണ്. മൂവി എടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യലും ഒഡിയൻ ഉണ്ട്. എന്നാൽ മൂവി എടുത്ത് ഫെയിലിയർ ആയത് നമ്മൾ ലാലേട്ടന്റെ ഒഡിയനിലൂടെ ഓൾറെഡി കണ്ടതുമാണ്. ആക്ച്വലി ഒഡിയൻ എന്നൊരു ക്യാരക്ടർ എന്നത് പണ്ടുകാലങ്ങളിൽ പല ജന്മികളും തന്റെ ശത്രുക്കളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒതുക്കുവാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു. ഒരു പ്രൊഫഷണൽ വാടക ഗുണ്ട എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇവർക്ക് ചില മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നും ഈ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പല മൃഗങ്ങളുടെയും മറ്റു പല ജീവികളുടെ രൂപത്തിലേക്ക് മാറിക്കൊണ്ട് എതിരാളികളെ ഭയപ്പെടുത്തി നശിപ്പിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നതും. ഒരു പ്രൊഫഷണൽ അസാസിൻ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇതിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലാസ്റ്റ് DQവിനെ കാണിക്കുമ്പോൾ ഒരു ഒറ്റക്കൈയുള്ള നായയെ കാണിക്കുന്നതും ഒരു പ്രൊഫഷണൽ അസാസിൻ എന്ന പോലെ വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് തന്റെ എതിരാളികളെ എല്ലാം കീഴ്പ്പെടുത്തുന്നതായി കാണിക്കുന്നതും. മേ ബി ഒരു മോഡേണൈസ്ഡ് ചെയ്യപ്പെട്ട ഒരു ഒഡിയൻ വെർഷൻ ആയിരിക്കാം ഇത്. സത്യത്തിൽ മൂവി കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മാർവലെ ബ്ലേഡിനൊക്കെ പോലെ ഒരു വാമ്പയർ ഹണ്ടർ ആയിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെ കൊണ്ടുവന്നില്ല. ഇനി മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ്സ് നോക്കുകയാണെങ്കിൽ വിജയ് മേനോന്റെ ക്യാരക്ടർ വന്ന് ടൊവിനോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു റിസർച്ചിനായി ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ കേവിലേക്ക് പോയ റിസർച്ച് ടീം ആരും തന്നെ മടങ്ങി വന്നില്ല എന്നും അവരിൽ നിന്ന് ഒരേ ഒരു ക്യാമറ മാത്രമാണ് മിച്ചമായി ലഭിച്ചതെന്നും ആ ഒരു ക്യാമറയിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ടൊവിനോട് തന്നെയാണെന്നുമാണ്. ഏകദേശം ARMലെ മണിയനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടൊവിനോയുടെ ഫേസ് ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഗസ് ചെയ്തത് അത് ഞാനല്ല, എന്റെ ഇരട്ടയാണെന്ന് ടൊവിനോ പറയുമെന്നാണ്. എന്നാൽ ടൊവിനോ അവിടെ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഈ ലോകത്ത് എന്നെ പോലെ തന്നെ കാണാനിരിക്കുന്ന 389 സഹോദരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ എന്നാണ്. ആക്ച്വലി ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എന്റെ കിളി പോയി. അതിനുശേഷമായി ചാത്തന്മാർ വരുമെന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻഡിയർ മൂവി അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ അടുത്ത പാർട്ടായി ഇറങ്ങാനിരിക്കുന്ന ലോകയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയപ്പെടുന്നത് ചാത്തന്മാരെ ബേസ് ചെയ്ത് ടൊവിനോയെ നായകനാക്കി ഇറങ്ങുന്ന മൂവി ആകുവാനാണ് കൂടുതൽ സാധ്യത. മാത്രമല്ല ഈ ഒരു മൂവിയിൽ ടൊവിനോ ഡബിൾ റോളിലോ ട്രിപ്പിൾ റോളിലോ ഒന്നും അല്ല വരാനിരിക്കുന്നത്. ഏകദേശം 380 വേർഷൻസിലുള്ള ടൊവിനോയെ മിക്കവാറും ഈ ഒരു മൂവിയിലൂടെ എക്സ്പ്ലോർ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഈ ഒരു മൂവിയിൽ
മൂവിയിൽ കണ്ട പോലെ തന്നെ എല്ലാ വേർഷൻസിലുമുള്ള ടൊവിനോ ഒരു ഗുഡ് ക്യാരക്ടേഴ്സ് ആവണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ വില്ലനും നായകനും എല്ലാം ടൊവിനോ തന്നെ ആയിരിക്കാം. അവസാനമായി നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ക്യാരക്ടർ മൂത്തോൻ. ഒബ്വിയസ്ലി മമ്മൂക്ക തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന് വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. ലോക എന്ന ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഒരു അൾട്ടിമേറ്റ് ഗോഡ് ആയിട്ടായിരിക്കാം മമ്മൂക്കേനെ ഈ ഒരു മൂവിയിലൂടെ പ്രസന്റ് ചെയ്യുക. ഹ്യൂമൻ സിവിലൈസേഷൻ വന്ന കാലം മുതലേ ഈ ഒരു ക്യാരക്ടർ പല കാലങ്ങളിലായി മനുഷ്യരെ സംരക്ഷിച്ചു പോകുന്ന രീതിയിൽ മൂവിയിൽ പലയിടങ്ങളിലായി കാണിച്ചു പോകുന്നുമുണ്ട്. എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഗ്രാഫിക്കൽ സീൻസിലാണ് ഈ ഒരു എൻറ്റയർ മൂവിയുടെ പ്ലോട്ടിലാണെങ്കിലും മൂത്തോന്റെ ഒരു പ്രസൻസ് ഉണ്ട്. ആക്ച്വലി മൂത്തോൻ ഈ ഒരു ക്യാരക്ടർ, അതായത് ചന്ദ്ര എന്ന ക്യാരക്ടറിനെ തന്നെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കുന്നത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയാണ്. അതെന്താണെന്ന് കൃത്യമായിട്ട് ഈ ഒരു മൂവിയിൽ പറയുന്നില്ല. അതിനു മുമ്പേ നടക്കുന്ന പല കാര്യങ്ങളും കൂട്ടിയിണക്കി തന്നെയാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. മേ ബി നമ്മൾ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഇഫ്താറുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിന് ഒരു മുൻകരുതൽ എന്നോണം തന്റെ കീഴിലുള്ള എല്ലാ സൂപ്പർ ക്യാരക്ടേഴ്സിനെ യുണൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഈ ഒരു മൂവി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. എന്തായാലും വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തന്നെയാണ് മൂത്തോന്റെ ക്യാരക്ടറിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലോക എന്ന മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ താഴെ കമന്റ് ചെയ്യുക. അതിനെപ്പറ്റി ഉടൻ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കമന്റ് ബോക്സിന് തൊട്ടടുത്തിട്ടുള്ള ഹൈ ബട്ടൺ കൂടി ഞെക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.